അപ്പോൾ പറക്കാൻ റെഡിയല്ലേ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തായ്ലൻഡിലേക്ക് പറക്കാൻ റെഡി ആയിക്കോളൂ. ഇതാ MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഇപ്പോൾ ഒരു വണ്ടർഫുൾ കോൺടെസ്റ്റ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ കോൺടെസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഡിയർ ഫ്രണ്ട്സ്, ചലോ തായ്ലൻഡ് എന്ന ഈ ഒരു കോൺടെസ്റ്റിലൂടെ 3 രാത്രിയും 4 പകലും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ഇന്റർനാഷണൽ ടൂറാണ് കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അവിടെ തായ്ലൻഡ് മാത്രമല്ല, ബാങ്കോക്ക്, പട്ടായ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ അടിച്ച് പൊളിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ് ഈ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. MA ലൈഫ് സ്റ്റൈൽ കമ്പനി യുവ സംരംഭകരെയും സ്ത്രീകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു കോൺടെസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, പുരുഷന്മാരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി ഒരു ക്രൈറ്റീരിയയും, യുവ സംരംഭകരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും, അതായത് 1999 നവംബർ 16 ശേഷം ജനിച്ചിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരെ യുവ സംരംഭകർ എന്നാണ് കരുതുന്നത്. കൂടാതെ സ്ത്രീകൾക്കും, അത് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും വേറൊരു കാറ്റഗറി ആയിട്ടാണ് കമ്പനി ഈ കോൺടെസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർക്ക് പോലും വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കോൺടെസ്റ്റാണ് നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ കമ്പനീൻ്റെ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പോലും വരുന്ന 4 മാസം കൊണ്ട് തായ്ലാൻഡിലേക്ക് പറക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് ഇവിടെ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. മൈ ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമായിട്ടുള്ളൊരു വണ്ടർഫുൾ ഇൻ്റർനാഷണൽ ടൂറാണ് കമ്പനി ഈ ഒരു പുതിയ മാസം തൊട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൈ ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്, നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് നവംബർ 15 തീയതിയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ മാസത്തെ ലാസ്റ്റ് കട്ട് ഓഫ്. അതായത് 148ാമത്തെ മാസമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നവംബർ 15 തീയതി ക്ലോസ് ചെയ്തിട്ടുള്ളത്. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് പ്രകാരം നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽസ് ക്ലോസ് ചെയ്യാം. അതായത് ഒരു മാസത്തിൽ 28 ദിവസമാണുള്ളത്. അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ശരിക്കും 13 മാസങ്ങളാണുള്ളത്, 52 ആഴ്ചകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വരാൻ പോകുന്ന 4 മാസക്കാലം, അതായത് 149 മുതൽ 152 വരെ, അതായത് ഈ നവംബർ 16 തീയതി മുതൽ നമ്മളുടെ പുതിയ കട്ട് ഓഫ് സ്റ്റാർട്ട് ചെയ്യണം. ഈ പുതിയ കട്ട് ഓഫ്, അതായത് 149ാമത്തെ മാസത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ നവംബർ 16 തീയതി മുതൽ ഡിസംബർ 13 വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത കട്ട് ഓഫ് ഡിസംബർ 14 മുതൽ ജനുവരി 10 വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ 151ാമത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനുവരി 11 മുതൽ ഫെബ്രുവരി 7 വരെയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് മന്ത് കട്ട് ഓഫ് 152ാമത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫെബ്രുവരി 8 തീയതി മുതൽ മാർച്ച് 7 തീയതി വരെയാണ്. ഈ 4 മാസത്തിനുള്ളിൽ, അതായത് ഈ നവംബർ 16 മുതൽ അടുത്ത മാർച്ച് 7 തീയതിക്കുള്ളിൽ നിങ്ങൾ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പോകാം തായ്ലാൻഡിലേക്ക്. ഇനി എന്ത് പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നാണ് പറയുന്നത്? നിങ്ങൾ ഒരു MA ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വരുന്ന 4 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാർഗറ്റാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ ആഴ്ചയിലും കമ്പനി വരുമാനം തരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 2 ബ്രാഞ്ചിലും അല്ലെങ്കിൽ 2 ഓർഗനൈസേഷനിലും എത്ര ബിസിനസ് വോളിയം മാച്ചായി അതിൻ്റെ 12% നമുക്ക് വരുമാനം തരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് ഈ ഒരു കോൺടെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് മാച്ചിങ് ബിസിനസ് വോളിയം എത്രയാണ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറാണ്, നിങ്ങൾ ഒരു റാങ്ക് പോലും അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടത് വെറും 3.25 ലക്ഷം ബിസിനസ് വോളിയം വരുന്ന 4 മാസം കൊണ്ട് നിങ്ങൾ 2 ബ്രാഞ്ചിലും മാച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടി വരിക G75 കാറ്റഗറി പ്രൊഡക്ട്സ്, അതായത് നമുക്കറിയാം എലമെൻറ്റ്സ്, ഓൺ ആൻഡ് ഓൺ, ഇന്ത്യ ഗ്രോ, ഈ പ്രൊഡക്ട്സുകളാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ വരുന്ന 4 മാസക്കാലം കൊണ്ട്, അതായത് നവംബർ 16 മുതൽ നമുക്ക് മാർച്ച് 7 തീയതി വരെയുള്ള സമയം കൊണ്ട് നമുക്ക് 3.25 ബിസിനസ് വോളിയം G75ലാണെങ്കിൽ, അതായത് 5 ലക്ഷം ക്യാഷിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ 2 ബ്രാഞ്ചിലും മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ മുഖാന്തരം സെയിൽസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കും പോകാം തായ്ലാൻഡിലേക്ക്. ഈ പറഞ്ഞ ഒരു ടാർഗറ്റ് MA ലൈഫ് സ്റ്റൈലിലെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി നമ്മുടെ കമ്പനി പുതിയ തലമുറയ്ക്ക്, അതായത് ന്യൂ ജനറേഷൻ സംരംഭകർക്ക്, അതേപോലെ വനിതകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് അടുത്ത ഒരു കണ്ടീഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം യുവ സംരംഭകർക്കും സ്ത്രീകൾക്കുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, യുവ സംരംഭകർ എന്ന് പറയുന്നത് ആണായിരിക്കാം പെണ്ണായിരിക്കാം, പക്ഷേ അവരുടെ ജനനം 1999 നവംബർ 16 ശേഷമായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ യുവ MA ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും
കമ്പനി കൊടുത്തിരിക്കുന്നത് 3,70,500 എന്ന ബിസിനസ് വോളിയം അല്ല, അവർക്ക് വെറും 3,50,000 ബിസിനസ് വോളിയം രണ്ട് ഓർഗനൈസേഷനിലും മാച്ച് ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ തായ്ലാൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ പറ്റും. അതായത് 3,50,000 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4,67,000 രൂപയുടെ പർച്ചേസ് G75 ആണെങ്കിൽ വെറും 4,67,000 രൂപയുടെ പർച്ചേസ് നിങ്ങളുടെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും വരുന്ന 4 മാസത്തിനുള്ളിൽ നിങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പോകാം തായ്ലാൻഡിലേക്ക്. ഇതേ കണ്ടീഷൻ തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും. അവർക്ക് പ്രായ വ്യത്യാസമില്ല. എല്ലാ ലേഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും വെറും 3,50,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ചെയ്താൽ മതി. പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് റാങ്ക് കരസ്ഥമാക്കിയവർക്കല്ല, MA ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടീം കോർഡിനേറ്റർ റാങ്ക് പോലും എത്താത്ത ആളുകൾക്കുള്ള ഓഫറാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്കും പുതിയ ന്യൂ ജനറേഷൻ എല്ലാ സംരംഭകർക്കും, സ്ത്രീ പുരുഷന്മാരായിട്ട് 1999 നവംബർ 16 ശേഷം ജനിച്ചിട്ടുള്ള എല്ലാ സംരംഭകർക്കും വെറും 4,67,000 രൂപയുടെ G75 കാറ്റഗറി പ്രൊഡക്ട്സ്, അതായത് എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ, ഇന്ത്യ ഗ്രോ, ഈ കാറ്റഗറി പ്രൊഡക്ട്സിന്റെ സെയിൽസ് രണ്ട് ബ്രാഞ്ചിലും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തായ്ലാൻഡ് വിന്നറായി. ഇനി G35 ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ ബിസിനസ് വോളിയം വേണ്ടി വരും. നമുക്കറിയാം G35 ആണെങ്കിൽ 35% ബിസിനസ് വോളിയം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള സെയിൽസ് കണ്ടെത്തിയാൽ മതി. എങ്ങനെയാണ് ബിസിനസ് വോളിയം? വെറും 3,50,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ആയി കഴിഞ്ഞാൽ കമ്പനി നിങ്ങളെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ടീം കോർഡിനേറ്റർ റാങ്ക്, അതായത് കമ്പനിയുടെ ഫസ്റ്റ് റാങ്കിൽ 2,50,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ അവരിൽ പുരുഷ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടത് വെറും 6,00,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ആയി കഴിഞ്ഞാൽ കമ്പനി നിങ്ങളെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. അതോടൊപ്പം ഈ സ്ത്രീകൾക്കും യുവ സംരംഭകർക്കുമാണെങ്കിൽ അത് വെറും 5,60,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും കമ്പനി ഫ്രീ ആയിട്ട് തായ്ലാൻഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി 5,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ഏരിയ ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുരുഷ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടത് 8,00,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. 4 മാസം കൊണ്ട് 8,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ നിങ്ങൾ ഈ കോൺടെസ്റ്റ് വിന്നറാകും. ഇനി യുവ സംരംഭകരും സ്ത്രീകളുമാണെങ്കിൽ അവർക്ക് വേണ്ടത് വെറും 7,50,000 ബിസിനസ് വോളിയം രണ്ട് ബ്രാഞ്ചിലും മാച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റേഴ്സ് റാങ്കിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടത് 12,00,000 ബിസിനസ് വോളിയം നിങ്ങളുടെ രണ്ട് ബ്രാഞ്ചിലും മാച്ച് ആയി കഴിഞ്ഞാൽ, വരുന്ന 4 മാസത്തിനുള്ളിൽ 12,00,000 ബിസിനസ് വോളിയം മാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ തായ്ലാൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ പറ്റും. ഇനി സ്ത്രീകളും യുവ സംരംഭകരുമാണ് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വെറും 11,50,000 ബിസിനസ് വോളിയം നിങ്ങൾ രണ്ട് ബ്രാഞ്ചിലും വരുന്ന 4 മാസം കൊണ്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ സാധിക്കും. ZTC റാങ്ക് മുതൽ, അതായത് 15,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ZTC റാങ്ക് മുതൽ അങ്ങോട്ട് STC, RTC, NTC, CTC, ITC ലീഡേഴ്സിനൊക്കെ അവർക്കെല്ലാം അച്ചീവബിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാർഗറ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് തായ്ലൻഡിലേക്ക് പോകാനുള്ള ഒരു ഓഫറാണ് കമ്പനി ഈ ഒരു 4 മാസത്തേക്ക് കമ്പനി തന്നിട്ടുള്ളത്. ഇനി ഒരു 10 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കമ്പനി ഈ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വരുന്നത് നമുക്ക് ഈ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത് 16 ആഴ്ചകളിലേക്കാണുള്ളത്. അതായത് 4 മാസം, കറക്റ്റ് 4 ആഴ്ച വെച്ചിട്ട് ഓരോ മാസം കൂട്ടുമ്പോൾ 16 ആഴ്ചകളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യേണ്ടത്. അതായത് 149ാമത്തെ മാസം തൊട്ടിട്ട് 152ാമത്തെ മാസം വരെയാണ് ഈ ഒരു കോൺടെസ്റ്റ് ഉള്ളത്. നമുക്കറിയാം നവംബർ 16 മുതൽ മാർച്ച് 7-ാം തീയതി വരെയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടേംസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പീരീഡിനുള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോളിയം തന്നെയായിരിക്കണം ഈ ഒരു കോൺടെസ്റ്റിന് ആധാരമായിട്ടുണ്ടാവേണ്ടത്. അതായത് 149ാമത്തെ മാസം സ്റ്റാർട്ടിങ് മുതൽ 152ാമത്തെ മാസം എൻഡിങ് വരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് വോളിയാണ് ഈ ഒരു കോൺടെസ്റ്റിന് വേണ്ടി പരിഗണിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോൺടെസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത് 3 രാത്രിയും 4 പകലും അടങ്ങുന്ന ഒരു ടൂർ പാക്കേജാണ്. അപ്പോൾ അത് കമ്പനി ടോട്ടലി ഫ്രീ ആയിട്ട് നമ്മളെ എല്ലാ സ്ഥലങ്ങളും, തായ്ലൻഡ്, ബാങ്കോക്ക്, പട്ടയ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ അടിച്ചു പൊളിക്കാനുള്ളൊരു കോൺടെസ്റ്റാണ് കമ്പനി വെച്ചിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 4 മാസക്കാലവും നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആക്റ്റീവ് ആയിരിക്കണം. അതായത് നമുക്കറിയാം റാങ്കുകൾ എത്തിയിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടറും മന്ത്ലി മിനിമം പർച്ചേസ് അവരുടെ മെയിൻ ഐ ഡിയിൽ ചെയ്തിരിക്കണം. ഏത് ഐ ഡിയിലാണോ വിൻ ചെയ്യുന്നത് ആ ഐ ഡി ഈ 4 മാസവും ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് മിനിമം പർച്ചേസിൻ്റെ നാലാമത്തെ കണ്ടീഷൻ.
ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു യൂത്ത് ക്രൈറ്റീരിയയെ കുറിച്ചിട്ടാണ്. അതായത് 1999 നവംബർ 16 ശേഷം ജനിച്ചിട്ടുള്ള ആളുകളെയാണ്, സ്ത്രീകളും പുരുഷന്മാരുമാവാം, അവരെയാണ് യൂത്ത് കാറ്റഗറിയിൽ നമുക്ക് റിഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ടാർഗറ്റിൽ റിഡക്ഷൻ കൊടുത്തിട്ടുള്ള യൂത്ത് ലേഡീസ്, അതിലെ യൂത്ത് എന്ന് പറയുന്നത് ഈ കാറ്റഗറിയാണ്. ഇനി ആറാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രോക്സി അലൗഡ് അല്ല. അതായത് ഒരു യൂത്ത് അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർ ആണ് വിൻ ചെയ്തിട്ടുള്ളെങ്കിൽ അവർക്ക് മാത്രം തന്നെ ആരുടെ പേരിലാണോ ഐഡി ഉള്ളത് അവർ തന്നെ ഈ ഒരു ടൂറിന് പോകണം. അവർക്ക് പകരം മറ്റാരെങ്കിലുമോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനെയോ പറഞ്ഞയക്കാൻ പറ്റില്ല. ആരാണോ വിൻ ചെയ്തത് അവർക്ക് മാത്രമാണ് ഈ ഒരു കോൺടെസ്റ്റിൽ പോകാൻ അധികാരമുള്ളത്. ഏഴാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോൺടെസ്റ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം ചിലർ ഐ ഡി ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുള്ള ഐ ഡികളാണെങ്കിൽ 593 ആഴ്ച തൊട്ടിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്ത ഐ ഡികൾക്ക് ഇത് ബാധകമല്ല. അതായത് അങ്ങനത്തെ ഐ ഡിയിലെ യൂത്ത് വുമൺ എൻ്റർപ്രണേഴ്സിന് ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ സാധിക്കില്ല. എട്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഐ ഡീസ്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ജോയിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഐ ഡികൾക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ MI യൂത്ത് അല്ലെങ്കിൽ MI വുമൺ എന്നുള്ള കാറ്റഗറിയിൽ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് വേണം ഈ ഒരു കോൺടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒൻപതാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചില ആളുകൾ അവരുടെ മകളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ ഒക്കെ ഐ ഡി എടുത്തിട്ട് അവർ പുരുഷന്മാരായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള യൂത്ത് വുമൺ എൻ്റർപ്രണേഴ്സിനെ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ പറ്റില്ല. അതായത് സ്വന്തം ഐ ഡി സ്വയം ഓപ്പറേറ്റ് ചെയ്യുന്ന ഐ ഡികളിലുള്ള യൂത്ത് അല്ലെങ്കിൽ വുമൺസിന് മാത്രമേ ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ മറ്റാരെങ്കിലും കുടുംബക്കാരോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഐ ഡി ആണെങ്കിൽ ആ ഐ ഡിയിലൂടെ ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി 10ാമത്തെ കണ്ടീഷനായിട്ട് കമ്പനി പറയുന്നത് ഈ ഒരു ടൂർ വിൻ ചെയ്ത ആളുകളെ ഒരാഴ്ച മുന്നേ ആയിരിക്കും അവർ ഏത് എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കമ്പനി അറിയിക്കുന്നുണ്ടാവുക. അപ്പോൾ വിൻ ചെയ്ത ആളുകൾക്ക് ഒരാഴ്ച മുന്നേ കമ്പനി ഇൻറ്റിമേറ്റ് ചെയ്യും. ഇത് ഏത് എയർപോർട്ടിലാണ് നിങ്ങൾ എത്തേണ്ടത്, എവിടെ നിന്നാണ് കമ്പനി ടൂർ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുന്നേ ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക. ഇത്രയും 10 കണ്ടീഷൻസും ടേംസും കണ്ടീഷൻസാണ് കമ്പനി ഇതിനോടൊപ്പം ഈ ഒരു കോൺടെസ്റ്റിനോടൊപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഒരു തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു all success. Jai Hind, Jai My Lifestyle.